കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ED പിടിച്ചെടുത്ത കണ്ടുകെട്ടിയ 116 കോടി രൂപ അത് നിക്ഷേപകർക്ക് മടക്കി കൊടുക്കും എന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഉടൻ തന്നെ ED കോടതിയിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ED എറണാകുളത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് പറയുകയും ചെയ്തു. അത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങളാണ്. വളരെയധികം ആൾക്കാർ വിഷമിക്കുന്നതാണ്. ചിലർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ അവർ പട്ടിണി കിടന്നും ജോലി ചെയ്തും സ്വരൂപിച്ച പണമാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പലരും. വീട് വിറ്റിട്ട് ആ പണം നിക്ഷേപിച്ച് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് വേണ്ടി പണം നിക്ഷേപിച്ച് അതിൽ നിന്ന് പണം എടുത്ത് കൊടുക്കാൻ, ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പൊതുവെ നിക്ഷേപകരെല്ലാവരും വളരെയധികം കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ ED രംഗത്ത് വന്നു. പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ പലരും അവിടെ പണം നിക്ഷേപിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്ന് തട്ടിയെടുത്ത പണം അവിടെ തന്നെ നിക്ഷേപിച്ചു, അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റു ബാങ്കിൽ നിക്ഷേപിച്ചു. ഏതായാലും കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി 1 കോടി രൂപ, 5 കോടി രൂപയിൽ 1 കോടി രൂപ പിൻവലിച്ചു. അതും ED ഇപ്പം ഫ്രീസ് ചെയ്തു. ആ 5.5 കോടി രൂപ ഇൻകം ടാക്സ് റിട്ടേണിൽ ആ പാർട്ടി ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. ഏതൊരു 5.5 കോടി രൂപയും അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവിടുന്ന് മാറ്റി 1 കോടി രൂപ മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചത് അതും ED ഫ്രീസ് ചെയ്തു. 116 കോടിയോളം സ്വത്തായിട്ടും പണമായിട്ടും EDയുടെ കണ്ടുകെട്ടിയ പണം അത് അർഹരായവർക്ക് കൊടുക്കാൻ റെഡിയാണ് എന്ന് ED പറഞ്ഞും കഴിഞ്ഞു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തങ്ങളുടെ പേഴ്സണൽ സ്വത്തുക്കളാണ് എന്ന വാദഗതികൾ പ്രതികൾ ഉന്നയിക്കാം ഭാവിയിൽ. പക്ഷേ മനസ്സിലാക്കണം, ഈ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് കണ്ടുകെട്ടിയ പണം അത് കോടതിയിലെ കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ആ കേസിന് അത് ശിക്ഷ വിടണമെന്ന് തന്നെ നിർബന്ധമില്ല. വെറുതെ വിട്ടുപോയാലും ശരി, ഒരു കുറ്റച്ചാർജ് പ്രതികളുടെ പേരിൽ കോടതി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമാ ഫേസിയെ അതൊരു ഒഫൻസാണ് എന്ന് വെളിപ്പെട്ടുകൊണ്ടാണ് ആ പണം കൊടുക്കുന്നതിന് തടസ്സമില്ല കോടതിക്ക്. EDയും അതനുസരിച്ചാണ് പറഞ്ഞത്. മണി ലോണ്ടറിങ് റെസ്ട്രേഷൻ ഓഫ് കോൺഫിസ്കേറ്റഡ് പ്രോപ്പർട്ടി ആക്ട് റൂൾസ് ഉണ്ട് 2016. അതനുസരിച്ച് ഈ പണം മടക്കി അവിടെ പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ED കോടതിയിൽ പറഞ്ഞു. മണി ലോണ്ടറിങ് റൂൾസ് 2016 റെസ്ട്രേഷൻ ഓഫ് കോൺഫിസ്കേറ്റഡ് പ്രോപ്പർട്ടിയുടെ അനുസരിച്ചാണ് ED കോടതിയിൽ പറഞ്ഞത്. അതുതന്നെയാണ് പ്രൈം മിനിസ്റ്ററും തൃശ്ശൂർ വെച്ച് ഇത് പറഞ്ഞത്. എന്തായാലും നല്ല വാർത്ത. കുറേ പണം നഷ്ടപ്പെട്ടവർക്ക് കുറേ പണം കിട്ടും. EDയുടെ എറണാകുളത്തെ കോടതിയിൽ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച 33.27 ലക്ഷം രൂപ തനിക്ക് ലഭിച്ചില്ല എന്നൊരു നിക്ഷേപകൻ മഹാദേവൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മഹാദേവന് താൻ സ്വരൂപിച്ച പണം ഒരു പൈസ പോലും കിട്ടുന്നില്ല. താൻ ആ പണം തിരിച്ച് ചോദിച്ചോ ബാങ്കിൽ ചെന്ന് പണമില്ല എന്ന് പറഞ്ഞു. തനിക്ക് പിൻവലിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബാങ്ക് ഇടപെടണം, ബാങ്കിനെ കൊണ്ട് കോടതി ഇടപെടിച്ച് പണം കിട്ടിക്കണം. അത് ഉദ്ദേശിച്ചാണ് മഹാദേവൻ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പം ധാരാളം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടവരല്ലോ. ആ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായും അവരുടെ സ്റ്റാഫായി ഇരുന്നവർ അവരെല്ലാം പല രീതിയിൽ അവിടുന്ന് പണം തട്ടിച്ചുകൊണ്ട് പോയി. ഒരു ബാങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിങ്ങൾ പണം ഇട്ടാൽ
ആ പണം അതിൻ്റെ പലിശ കിട്ടാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. ആ പലിശ പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് തരണം. പക്ഷേ ബാങ്ക് ആ പണം ഡൈവേർട്ട് ചെയ്ത് അവർക്ക് താല്പര്യമുള്ളവർക്ക് ആ വസ്തു ഇടുമേ പണം കൊടുത്തെങ്കിൽ തന്നെയും അതിൻ്റെ എത്രയോ ഇരട്ടി പണം, വസ്തുവിൻ്റെ എത്രയോ ഇരട്ടി പണം അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ കൃത്രിമ റെക്കോർഡിൻ്റെ പുറത്ത് കൊടുത്താൽ, ബാങ്ക് ജീവനക്കാരാണ് അതിൻ്റെ ഉത്തരവാദികൾ. നിയമം അനുസരിച്ച് മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ബാങ്കിൻ്റെ മുതൽ നഷ്ടപ്പെടാതെയും പലിശ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവർ കൊടുക്കുന്ന പണം പൊതുജനങ്ങളുടെയാണ്, അവർ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ബാങ്കിൽ ഇരിക്കുന്ന സ്റ്റാഫും ബാങ്കിലെ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളും അവരുടെ താല്പര്യം അനുസരിച്ച് കഷ്ടപ്പെട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം പല രീതിയും കൃത്രിമമാർക്ക് കൂടെ പുറത്തോട്ട് വലിച്ച് അവരുടെ സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിച്ചാൽ കുറ്റകരം തന്നെയാണ്. അത് മനസ്സിലാക്കണം ജനങ്ങൾ. മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് അത് EDക്ക് ആ പണം പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെ നഷ്ടപ്പെട്ടവരുടെ പണം ആ ജീവനക്കാരുടെ കുഴപ്പം കൊണ്ടാണ് പണം നഷ്ടപ്പെട്ടതെന്ന് സ്ഥാപിച്ചാൽ, അങ്ങനെയാണ് കുറ്റച്ചാർജെങ്കിൽ അവരുടെ വസ്തുവും അവരെ പിടിച്ചെടുത്ത പ്രോപ്പർട്ടിയും പിടിച്ചെടുത്ത പണത്തിൽ നിന്ന് മാത്രമല്ല അവരുടെ സ്വന്തമായി ഉണ്ടാക്കിയ വസ്തുവിൽ നിന്നും ഈടാക്കാനുള്ള അവകാശം EDക്കുണ്ട്. അത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചവരും അത് നഷ്ടപ്പെട്ടവരും കുറേ ആൾക്കാർക്ക് നമുക്ക് ഈ EDയുടെ ഈ കോടതിയുടെ സബ്മിഷനോടുകൂടി അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷനോടുകൂടി കുറേ പണം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതേ രീതിയിൽ ഇന്ത്യയിൽ 17,000 കോടി രൂപ നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും അങ്ങനെ കൊടുക്കുന്ന പണം തീർച്ചയായിട്ടും അത് നിയമപരമാണെന്നും അത് ഈ ED നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നും ആണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.